കാരണം മറ്റേ ഇതില്ലേ 17 അതൊന്നും വന്ന ടൂമക്കത്ത എന്തെങ്കിലും കാരണം എനിക്ക് ഫിറോസ്ക അത് ഞാൻ ഇപ്പൊ എനിക്ക് കേസ് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് അത് കയറി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഫോൺ ചാർജ് തീർന്നു പോയി സച്ചിന, അവൻ അവൻ്റെ പെണ്ണുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. എനിക്കറിഞ്ഞൂടെ ഇത് കുരുട്ടുബുദ്ധിയാണോ ആ സമയത്ത് ദൈവമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. മേ ബി ആൾക്കാർ പറയും ഇനി കുരുട്ടുബുദ്ധിയാന്ന് പറഞ്ഞാൽ കുരുട്ടുബുദ്ധി ആയി. ഞെട്ടിക്കൽ ബിരിയാണിക്ക് ശേഷം ഇതാ ഞെട്ടിക്കൽ സജിന എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തൊക്കെയാണ് അയ്യോ മറ്റേ പൂക്കുറ്റി എൻ്റെ അച്ഛനായിട്ടൊക്കെ ഇപ്പൊ കിടക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അച്ഛൻ ഇപ്പൊ ഗർഭം ഉണ്ടാക്കി തരുന്ന പരിപാടിയൊക്കെ തുടങ്ങിയ അറിയാൻ പാടില്ലാത്തതുകൊണ്ടും ചോദിച്ചാണ് കേട്ടോ. എന്തൊക്കെയാണോ എന്തോ ദൈവത്തിന് അറിയാം. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം സജിന നൂറിന്റെ പുതിയ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ മറുനാടൻ മലയാളിയിലല്ല സ്പെഷ്യലാണെന്ന് തോന്നുന്നു വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ ഞാൻ ഉടനീളം ഇരുന്ന് കണ്ടപ്പോൾ എൻ്റെ പൊന്നാടാവേ ദിയാസനയുടെ ഡ്രഗ്സ് കേസ് അടക്കം വരുന്നു. ദിയാസന അതിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞു. തൂഫാനിന് വേണ്ടിയിട്ട് ആളുകളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ദിയാസന അടക്കം ഇതിലുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ വേറെ ഒരു കേസ്, ഞാൻ അറിഞ്ഞ ഒരു കേസ്, ദിയാസനയെ വിളിച്ചിട്ട് സജിന പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. കാര്യങ്ങൾ എന്താണെന്ന് അറിയാവോ? വേറെ ഒന്നുമില്ല, എൻ്റെ മോൾ, അതായത് സജിനയുടെ മോളെ വച്ചിട്ട് ഫിറോസ് ഖാൻ നോക്കിയെന്ന് പറഞ്ഞും കൊണ്ട് വരെ ഞാൻ പറഞ്ഞുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ പച്ച തെറി ദിയാസന സജിനയെ വിളിച്ചു എന്നുള്ള ഒരു കരക്കമ്പിയിലെ സംസാരം ഞാൻ കേട്ടോ. സജിന നൂർ. ഓ എന്ത് നല്ല പേരല്ല, സജിന നൂർ. വാവ്, അമേസിങ്. അപ്പൊ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പൊ നമുക്കിന്ന് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇമ്മാതിരിയൊക്കെ പറയൂടെ, നീ ഏറ്റവും എന്നെ ചങ്ക് തകർപ്പിച്ച് കളഞ്ഞത് റസൂൽ പൂക്കുറ്റി എൻ്റെ അണ്ണനാണ്, അച്ഛനാണ്, ഡോക്ടറാണ്, പ്ലംബറാണ്, ഇലക്ട്രീഷ്യനാണ് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു പോയി. മനസ്സിലായി കാണുമല്ല നമ്മുടെ മൊട്ടാസിവ കെട്ടാസിവയുടെ അന്താ മാതിരി മൊട്ട ജേണി. അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് അച്ഛനാണ്, അനിയനാണ്, അച്ചാച്ചനാണ്, കൊച്ചച്ഛനാണ്. അപ്പോഴെനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത ഡോക്ടറാണ്, പ്ലംബറാണ്, ടീച്ചറാണ്, ഇലക്ട്രീഷ്യനാണ്. വാവ്, അങ്ങോട്ട് നേരെ കണക്ഷനായി. എന്തായാലും പോട്ടെ. അപ്പൊ ആദ്യം തന്നെ സജിന ഫിറോസ് ഖാനുമായി സംസാരിക്കുന്ന ഒരു വോയിസ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫിറോസ് ഖാനെതിരെ മുന്നേ ഒരു ആരോപണം സജിന വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഫിറോസ് ഖാൻ ഹോട്ടലിൽ കൊണ്ട് റൂം എടുത്തെന്നൊക്കെ ഉള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംഭവം. പറയട്ടെ, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഫിറോസ് ഖാൻ ആയാലും പൂക്കിണ്ടി ആയാലും അതുപോലെ സജിന ആയാലും എല്ലാം കണക്കാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതിൽ വേറെ മാറ്റമൊന്നുമില്ല, അത് കൺഫേമാണ്. അതുകൊണ്ട് അതെനിക്ക് തെറ്റത്തില്ല. അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് കേൾക്കാം. ഇപ്പൊ സജിനയും ഈ പറയുന്ന നമ്മുടെ ഫിറോസ് ഖാനും കൂടി ഉള്ള സംഭാഷണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങി ഇന്റർവ്യൂവിന്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് എത്തിത്തീരാം. എന്തായാലും സജിനെ ആദ്യം തന്നെ സ്നേഹത്തോട് ചോദിച്ചു കൊണ്ട് തുടങ്ങുകയാണ്, ഉളുപ്പില്ലേടി നിനക്ക്? ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വോയിസ് വിത്ത് ക്ലിപ്പ് നോക്കാം. കാരണം മറ്റേ ഇതില്ലേ 17 അതൊന്നും വന്ന ടൂമക്കത്ത എന്തെങ്കിലും കാരണം എനിക്ക് ഞാൻ ഫിറോസ്ക അത് ഞാൻ ഇപ്പൊ എനിക്ക് കേസ് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് അത് കയറി അങ്ങനെ പറയാൻ പറ്റത്തില്ല. എനിക്ക് ഒരു മാർഗ്ഗമില്ല, എന്റെ കരിയർ എല്ലാം നശിച്ചു. ഞാൻ ഇനി മനസ്സിലാക്കിക്കോടായിരുന്നോ? എന്ത് ഹെൽപ്പ് ചെയ്തു? എന്നെ എത്രയും നശിപ്പിച്ചിട്ട് ഹെൽപ്പ് ചെയ്തതല്ലേ ഫിറോസ്ക? ഞാൻ എന്നിട്ടും എന്റെ മനസാക്ഷിക്കാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വീഡിയോ ചെയ്യാൻ എനിക്ക് വയ്യ ഫിറോസ്ക. ഞാൻ കേസ് വേണമെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം, കേസ് ഞാൻ ചെയ്യാം. ഇപ്പൊ ഞാൻ നാണം കെട്ടിയത് പോലെ തന്നെയാണ് ഫിറോസ്ക നാണം കെട്ടുന്നത്. പിന്നെ കേസായാലാണ് ഈ പറഞ്ഞ കണക്ക് ഈ സാധനങ്ങളെല്ലാം വെളിയിൽ പോകുന്നത്. ഞങ്ങൾ നാണം കെട്ടില്ലേ എല്ലാരും? ഇല്ല ഫിറോസ്കാക്ക് എന്നെ അറിയത്തില്ലായിരുന്നോ? ഫിറോസ്കാക്ക് എന്നെ അറിയത്തുള്ളൂ. ഞാൻ അവിടെ പോയി ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അല്ലല്ല അങ്ങനെ എന്നെ കുറിച്ച് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തുമ്പത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലായി പൊട്ടരാണോ. ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്ത മൂന്നാമതൊരാൾ കാരണമല്ല എന്ന് പറഞ്ഞു ഞാൻ ഇടുന്നുണ്ട്. ആ സമയത്ത് ഫിറോസ്ക അവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് മെസ്സേജ് വന്നു, ഞാൻ കാണിച്ചു ആ സമയത്ത് എന്തൊക്കെയാണ് അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. മെസ്സേജ് വരുമോ വരാതിരിക്കോ, അത് എനിക്കുണ്ടായ പ്രഷർ അന്നേരം ഞാൻ ആ 3-4 ദിവസം, നിങ്ങൾ ഒരു ദിവസം ഏറി കയറിയിട്ടുള്ളൂ, പക്ഷെ ഞങ്ങള് 3-4 ദിവസം കൊണ്ട് ഏറി കയറി ആൾക്കാർ മൊത്തം ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ മരിക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് ഫിറോസ്ക ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉപ്പ് തിന്നുവൻ വെള്ളം കുടിക്കും. ഇപ്പൊ ഞാനായാലും ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കുമായിരിക്കും. അത് ഞാൻ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയാവുന്നത് കേസ് ഞാൻ അതിന് ആ രീതി ചെയ്യാം. എനിക്ക് ഇതുകൊണ്ടൊന്നും അവിടെ ഇതാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ അതിന്റെ തെളിവെടുത്തിട്ട് ലാസ്റ്റ് അതിനകത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ലാസ്റ്റ് അത് പ്രശ്നമാവും.
ഞാൻ പറയുന്നുണ്ടല്ലോ ഇതുപോലെ സായി ഇപ്പൊ എല്ലാരും നിനക്ക് പറ്റുമെന്ന് ചെയ്യും. കാരണം അല്ലെങ്കിൽ എന്റെ അവസ്ഥ നിനക്ക് അറിയില്ല. ചിലപ്പോൾ കേൾക്കുന്ന വേറെ ഞാൻ മറ്റൊന്നുണ്ടായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിനെ ഇളക്കാൻ വേണ്ടി പോയി ഇനി ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് ഫോക്കസ് ചെയ്യും. ഇത് ഇങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഇതിപ്പം കേസാന്ന് പറയാറ്. ഈ കേസ് കൊടുക്കുമ്പോൾ കേസ് ഇൻവാലിഡ് ആകുമ്പോൾ ഈ ചാനലുകാർക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല. കാരണം ഇതിന് മൊഴി കൊടുക്കുന്നവരെ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മൊഴി കൊടുത്തു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. നാളെ ഒരു കാലത്ത് ഞാൻ വീണ്ടും തോന്നുന്ന പ്രശ്നമൊക്കെ ആണെങ്കിലാണ് ഇത് പ്രശ്നമാവുന്നത്. ഇത് എത്ര നാൾ കഴിഞ്ഞാലും ഈ പ്രശ്നം തന്നെയാണ്. അപ്പം അത് ആ സാധനം നമ്മൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇല്ലാന്ന് പറയുമ്പോൾ അത് ഫോക്കസ് ആക്കുക. പിന്നെ ആൾക്കാർ പറയും, ഓ ഇവൻ ഇപ്പൊ തന്നെ ഇന്നലെ വീഡിയോ നമ്മൾ രണ്ടുപേരും ഡിലീറ്റ് ചെയ്തപ്പോൾ ആൾക്കാർ പറയുന്നത് ഫിറോസ് പേടിച്ചിട്ടാണെന്ന് വരെ പറയുന്നുണ്ട്. ഫിറോസ് ഖാൻ മണ്ടത്തരം കാണിക്കാതെ ഇപ്പൊ 2 ദിവസം കഴിയുമ്പോൾ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ എന്താ അതിന്റെ പേര്, പാർട്ടി ബേസ് സാധനങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് ഇതങ്ങ് പോകും. നിങ്ങളെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും ഇത് അവർക്ക് ഒരു ഉമക്കത്ത് വന്നതാണ്, അത് വേണമെങ്കിൽ അവളെ വിളിച്ച് ചോദിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ സറൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ പറയും. ഇനി ഞാൻ എടുത്ത് ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും, ഓ ഇത് അവളെ ഭീഷണിപ്പെടുത്തി ഇതാക്കാൻ വേണ്ടി അവനെ സേവ് ചെയ്യാൻ നിൽക്കുവാണെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. എത്രയും പറഞ്ഞാലും അത് പറയത്തുള്ളൂ. വീണ്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുഴി തോണ്ടിക്കൊണ്ടിരിക്കും. കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് യൂട്യൂബ് ഫിറോസ് ഖാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് ഞാനും ഈ സിറ്റുവേഷനാണ് ഞാനൊക്കെ നിന്നത്. ഞാനും ഉമ്മയും പിള്ളേരും ശരിയാന്ന് പറഞ്ഞു നിന്നത്. ഞങ്ങളും അത് തന്നെയാണ് നിന്നത്. ആ സിറ്റുവേഷൻ തന്നെയാണ് ഞങ്ങൾ നിന്നത്. ഞാനും അനുഭവിച്ചു. ഞാൻ ഇത് ഒരിക്കൽ എടുത്ത് കളയുന്നതിനും എനിക്ക് പറയുന്നതിനും ഒരു കുഴപ്പമില്ല. പക്ഷെ മണ്ടത്തരം കാണിക്കരുതെന്ന് ഞാൻ പറയുന്നത്. വേറെ ആർക്കെങ്കിലും ചോദിച്ചോ, ഇത് ഞാൻ വീണ്ടും എടുത്ത് ഇങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ചെല്ലുക. വീണ്ടും ഇതൊരു ഊമക്കത്തായിരുന്നു, ആ സാധനം ഇൻവാലിഡ് ആയിരുന്നു എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു. ഇത് ആരെങ്കിലും കുത്തിപ്പൊക്കി ആ സാധനം അങ്ങനെയാണെന്ന് പറഞ്ഞ് വീണ്ടും അത് കുത്തിപ്പൊക്കാൻ പറ്റില്ല. നീ അല്ലാതെ ലോകത്ത് ആർക്കും കുത്തിപ്പൊക്കാൻ പറ്റില്ല. മനസ്സിലാക്കിക്കോ. ഇത് അറിയാം ഈ കാര്യങ്ങളൊക്കെ. സറൗണ്ടിൽ എന്റെ ഫ്രണ്ട്സുകാർക്കൊക്കെ അറിയാം. ആളുടെ കൈ തന്നെ ഇതിന്റെ വോയിസ് റെക്കോർഡും ഈ കൊച്ചിന്റെ വോയിസ് റെക്കോർഡും ഉണ്ടെന്ന് എന്താ ഉറപ്പ്? വീണ്ടും ഈ കൊച്ചിന്റെ ഞാൻ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് പല ആൾക്കാരുടെ കയ്യിലുണ്ട്. അത് കുത്തിപ്പൊക്കുമ്പോൾ ഇവരെല്ലാരും കൂടെ പറയും, ഇവർ രണ്ടും കളിക്കുവാണോ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇത് ലാസ്റ്റ് വെളിയിൽ വന്ന് നിങ്ങൾ തന്നെ ലാസ്റ്റ് പ്രശ്നം വരും. ഞാനത് പറഞ്ഞല്ലോ, എന്റെ മറ്റേ വോയിസ് എങ്ങനെ പോയി? ഞാൻ തന്നെ അയച്ചു കൊടുത്തല്ലേ? അതുപോലെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് എന്ന് പറഞ്ഞാൽ, സജന നീ എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്ത് പറയുന്നത് അങ്ങ് വരട്ടെ. അപ്പോൾ നിങ്ങൾ തമ്മിൽ തന്നെ അടി കൂടി ഒരു കോംപ്രമൈസ് സ്റ്റാർട്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും ഫിറോസ് ഖാൻ ഈ ഒരു സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഫിറോസ് ഖാൻ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊള്ളാം ഫിറോസ് ഭായ്. ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്, ഇതിലെല്ലാം കണക്കാണ്, എല്ലാം കണക്കാണ്. അത് പൂക്കുണ്ടിയായാലും ഫിറോസ് ആയാലും അതുപോലെ സജിന ആയാലും എല്ലാം കണക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ വച്ച് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ സജിന പീക്ക് ലെവല്. അയ്യോ പൂക്കുണ്ടിയെ എന്തരൊക്കെ പറഞ്ഞിട്ടേ ഭീഷണിപ്പെടുത്തുന്നത്. അയ്യോ പറ്റണില്ല, കേട്ടപ്പോൾ തന്നെ എനിക്ക് ചങ്ക് തകർന്നു പോയി. പിന്നെ ഇതില് ദിയ സന ഇതിൻ്റെ ഇടയിലുണ്ട്. ദിയ സനയ്ക്ക് ഇവരുടെ ഈ കാര്യങ്ങൾ വിഷയങ്ങളെല്ലാം അത്യാവശ്യം നല്ലോണം അറിയാം. ഓക്കെ, അതുകൊണ്ട് ദിയാസന വന്ന് രംഗത്തൊന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അത് കുറച്ച് വന്ന് പറയുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ പൂക്കുണ്ടി വിളിച്ച് എനിക്ക് പതിയെ മൊത്തം ചിന്ത. അപ്പം നമുക്ക് സജിന പറയുന്നതിലോട്ട് ബാക്ക് ടു ട്രാക്ക് വരാം. അപ്പോൾ സജിന പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിറോസ് ഈ സംഭവം ഇവരിപ്പം ഇത്രയും വിഷയം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇട്ട് അടിച്ച് ചെളിവാരി അടിച്ച് നിർത്തി, നമ്മളെല്ലാം റിയാക്ട് ചെയ്ത് നിർത്തിയതിന് ശേഷം സജിനയും ഫിറോസും കൂടി സംസാരിച്ച ഒരു വോയിസാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ ഈ വോയിസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഫിറോസ് എന്തോ കാല് പിടിക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ ഞാൻ തീരും ഈ ഒരു സെറ്റപ്പ് സാധനം. അപ്പം ഇവള് പറയാണ് ഞാനും തീരും. നിങ്ങൾക്ക് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാണ്ട് എന്തെങ്കിലും ചെയ്യുവോടെ? അത് വിട്. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംഭവങ്ങൾ. ഇങ്ങനെ ഇപ്പം ഞങ്ങൾ ഞാൻ തീരും, ഇത് വന്നാൽ എനിക്ക് തീരും, ഞാൻ തീരും, എൻ്റെ കരിയർ തീരും. രണ്ടുപേരും കണക്കാം. പിന്നെ തമ്മിൽ വേറെ തൊമ്മനെന്നാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഫിറോസ് ആണെന്ന്. കാരണം നീ ഇരിക്കെ തന്നെ നിന്നെ വച്ചും കൊണ്ട് എത്രയോമാരവിടെ ഇടയിൽ പോയത്. ഡയറക്ടർ, പ്രൊഡ്യൂസർ, അയൽവാസി, ഓസ്കാർ വരെ പോയി. വാവ്, അമേസിങ്. അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ നീ പാവോടാ. മൊത്തത്തിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിന്റെ ത്രാസ് താന്നുപോയി, അവള് പൊങ്ങിപ്പോയി. അത്രേ സംഭവിച്ചോളൂ. എന്തായാലും സജിന, നീ അങ്ങോട്ട് കൂടുതൽ വെളുക്കാൻ നിൽക്കില്ലേ. നീ വെളുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് പാണ്ടായിപ്പോ. ഉള്ള കാര്യം പറയാമല്ലോ. നമ്മൾ പിന്നെ ഇവിടെ എന്തിനിരിക്കുന്നത്? പിന്നെ നീ പൈസ കൊടുത്തൊക്കെ ഡീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ടോ? അല്ലാതുണ്ടെങ്കിൽ നമുക്ക് എന്താ, നമ്മളെങ്കിൽ ഉണ്ടായിരിക്കാം. സത്യമായിട്ടും അല്ല, ഒരു 10 ലക്ഷം 15 ലക്ഷം എടുത്ത് എനിക്ക് വീശി ഉണ്ടായിരിക്കുക. അല്ലാണ്ട് ചുമ്മാ നക്കാപ്പിച്ച കിട്ടുന്ന എന്നെ പിടിക്കല്ലോ. എന്നെ വിലക്ക് വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് സജിന ഇന്റർവ്യൂ ഉണ്ട്, കണ്ടിന്യൂഷൻ.
അയ്യോ ഇപ്പോഴും മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നിരിക്കുന്നുണ്ട്. കൊച്ചു കള്ളി കുറുമ്പി തന്നെ പണ. ഇപ്പം ആൻമേരിയ എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്കും ദിയ എന്ന് പറഞ്ഞ സ്ഥലത്തും ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ മിക്കായി ഞാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം സോൾവ് ചെയ്യാൻ ഇവരൊക്കെ ആയിരുന്നു ഇടയ്ക്ക് നിൽക്കുന്നത്. ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വരുമ്പോൾ ഫ്രണ്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടും. അല്ലല്ല സുലിക്കായിട്ടുള്ള പ്രശ്നത്തിലും ഞങ്ങൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളില്ലാത്ത അഫെയർ അല്ല ചേട്ടാ. എനിക്ക് ഇപ്പോഴും ഞാനത് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ പുള്ളി എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ എനിക്കത് അതിനൊരു ഒരു ഒരു ഇതില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു വീഴ്ചയിൽ എന്നെ കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്നേ. നിങ്ങൾ തമ്മിൽ ഒരു അടുപ്പം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടു ചെലവ് എല്ലാം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ദൈവ തുല്യമാണ് എനിക്ക് അയാൾ. കാരണം പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ്, കാരണം ഒരു പടിക്കുഴിയിൽ പോയി വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി എണ്ണിച്ചിട്ട് വന്നതിൻ്റെ ശിക്ഷയാണ് ഇപ്പം വന്നത് പുള്ളിക്കാരന്. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു ടിക് ഫ്രണ്ട്സായി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ച് വന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. പിന്നെ വഴക്കുകളുണ്ടാവാം ഞങ്ങൾ തമ്മിൽ, ഫ്രണ്ട്സ് ആയാലും നമ്മൾ തമ്മിൽ. ഞാൻ നേരത്തെ കണക്ക് ഫ്രണ്ട്സ് ആയാലും എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാവും. കരയിപ്പിച്ചില്ലേടി പൊന്നെ, കരയിപ്പിച്ച് കളഞ്ഞു. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആളെന്റെ ഡോക്ടറാണോ പ്ലംബറാണോ ഇലക്ട്രീഷ്യനാണോ എനിക്കൊന്നും അറിയാൻ പാടില്ല. എടേ എന്തുപാടേ? അപ്പൊ നിന്റെ ഒരു ആപത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ കാപത്ത് കാലത്ത് അത് തന്നെ സംഭവം അറിയാലോ. അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സജിനെ, കാമുകനാണ് ഓക്കെ, അത് കാമുകനാണോ നിനക്ക് അറിയില്ല. അച്ഛനാണോ എന്ന്, വാപ്പാണോ എന്ന്, സഹോദരനാണോ എന്ന് നിനക്ക് എങ്ങനെയാണ് അത് പറയാൻ തോന്നി? ആ വാക്കിന്റെ അർത്ഥം നിനക്കറിയാവോ? ഈ കൂടെ കിടന്നവന്മാരെ പിന്നെ ഒരു സമയത്ത് വന്നിട്ട് വാപ്പയാണോ സഹോദരനാണോ എന്ന് ഉള്ള ആ ഒരു സാധനം നമുക്ക് പറയാൻ കഴിയത്തില്ല കൂടെ കിടന്നവന്മാരോട്. അല്ലെങ്കിൽ കൂടെ കിടന്നവള് നാളെ വന്നിട്ട് എൻ്റെ അമ്മയാണോ സഹോദരിയാണോ? എന്തോടെ ഇത്? ഈ അമ്മ സഹോദരി എന്ന് പറഞ്ഞാലും അച്ഛൻ സഹോദരൻ എന്ന് പറഞ്ഞാലും അർത്ഥം വേറെയാ. കൂടെ കിടക്കുന്നവർ ആ ഒരു ഇതിൽ കമ്പയർ ചെയ്യത്തില്ല. ഓക്കെ, എൻ്റെ അച്ഛനാണോ ഒരച്ഛൻ്റെ റോദനം? ഞാനിതെവിടെ? ഞാൻ സ്പേസിൽ വേറെ ജാതുവിൻ്റെ അടുത്തുള്ള എത്തിയ ഞാൻ. ഇത് ഭൂമിയിലല്ലേ നിൽക്കുന്നേ? എന്താടാ ഇവിടെ സംഭവിക്കുന്നേ? നാണ പൊട്ടനാ അടി സക്ക് കൊള്ളാലോടി പെണ്ണെ നീ. പിന്നെ ഒരു ആപത്ത് കാലത്ത് എൻ്റെ കൊച്ചുങ്ങളെ ഫീസ് അടച്ചു. അപ്പൊ കൊച്ചുങ്ങളെ ഫീസ് അടയ്ക്കാനും നിന്നക്ക് കാശ് തന്ന് സഹായിക്കാനും ഒക്കെ പൂക്കുണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ഉദ്ദേശം ഡണ്ടണ്ടക്ക അത് തന്നെയാണ്. അപ്പോൾ അതെങ്കിൽ പൂക്കുണ്ടി നല്ലവനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഭാര്യ മക്കളെ വെച്ചിട്ട് അവരാധിക്കാൻ വന്നവൻ നല്ലവനല്ല. പക്ഷെ നിനക്കെങ്ങനെയടി അവരാധിച്ചവൻ അച്ഛനായി? ആകെ മൊത്തം കൺഫ്യൂസായി. എനിക്കറിയത്തില്ല ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്. കൊച്ചു കുറുമ്പുകളാണല്ലോ മൊത്തം. അപ്പൊ കൊള്ളാം, അപരാധിച്ചവൻ അച്ഛനായി മാറി. കൊള്ളാം. പിന്നെ 3 കോടിയുടെ വോയിസ് ഞാൻ AI ക്രിയേറ്റ് ചെയ്തെന്നല്ല, നിന്റെ എക്സ് ഹസ്ബൻഡ് അല്ല ഇപ്പോഴുള്ള ഹസ്ബൻഡ് ഫിറോസ് ഭായ് കൊണ്ട് വിട്ടതാണ്. ഓക്കെ, AI ജനറേറ്റഡിലൊന്നും അല്ല സാധനം. 3 കോടി രൂപ നീ ചോദിക്കുന്ന സാധനമാണ്. നമ്മൾ പൊട്ടന്മാരല്ല കേട്ടാ, പൊട്ടന്മാരല്ല. മറ്റേ അപ്പിയിട്ടിട്ട് അതിനെടുത്തല്ല തിന്നുന്ന ചോറാണ് തിന്നുന്നത് കേട്ടാ. പൊട്ടന്മാരല്ല. നിന്റെ ഈ മെഴുകൾ കണ്ടിട്ട് അയ്യോ സജിന ചച്ചി ഉയിരി ബാക്കിയെല്ലാം തൈരി എന്ന് പറഞ്ഞ കൈയടിക്കാൻ കാട്ട് ബാക്കി പറ. ദിയയുടെ ഒരു കൂടെ നടക്കുന്ന ഒരു പയ്യൻ, അതും പറയണ്ട, അവരൊന്നും ഞാൻ പിടിച്ചിരുന്നില്ല ഇതിനകത്ത്. ബാക്കിയെല്ലാം ബിഗ് ബോസിലെ ടീമായിരുന്നു. വന്നു ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം AC റൂം എവിടെയാന്ന് പറഞ്ഞാൽ നമ്മൾ AC റൂമിലോട്ട് കയറുന്നു. ദിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പം തന്നെ ഞാനങ്ങ് ഡെസ്പായി. സത്യം പറഞ്ഞാൽ MDM ആയിരുന്നു എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റീസെൻ്റ് ഒരു 5 മാസം പോലും 4 മാസം പോലും ആയിട്ടില്ല. ഇതപ്പം റീസെൻ്റ് നടന്നതാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ മുന്നെയാണ്. എടുത്തിട്ട് പൊടിച്ചിട്ട് പുള്ളിക്കാരി എടുത്തിട്ട് ഇത് ചെയ്യാൻ പോകുന്നു. അപ്പം തന്നെ എൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി. മാറിയപ്പോൾ എൻ്റെ അടുത്ത് ഇവർ ചോദിക്കുന്നു. ഇല്ല ആ സമയത്ത് ഞാൻ എൻ്റെ ഷൂട്ടിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഉടനെ ദിയാൻ്റെ അടുത്തൊന്ന് പറയുന്നത്, സജിന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് നീ രണ്ടെന്ന് കുറച്ച് നിങ്ങൾ എടുത്ത് തിന്ന് അങ്ങനെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദിയ നീ എന്തോ പറഞ്ഞു. ഇപ്പം ഒരു വൈൻ കുടിക്കുന്നതാണോ ഒരു ബീർ കുടിക്കുന്നതാണോ അല്ല ഇത് ഭയങ്കര സമയം. എന്നെ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത് പ്ലീസ് ദിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തോണ്ട് ചെവി വെച്ചോണ്ട് ഞാൻ ഇറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവർ പിന്നെ ടെറസിൻ്റെ മേളിൽ കയറി. അവിടെ പെട്ടെന്ന് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ കയറി പോകുന്നതും എനിക്കത് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പയ്യെ അങ്ങ് ദിയ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും പോയി.
യു ഡു ദാറ്റ്? എന്തായാലും ഇതിനുള്ള എക്സ്പ്ലനേഷൻ ദിയാസന തരണം. കാരണം നിന്നെ പറ്റിയിട്ട് വച്ചിട്ടുള്ള ആരോപണം ചെറുതല്ല. ഡ്രഗ്സ് യൂസ് ചെയ്തു എന്നുള്ളൊരു ആരോപണമാണ് ദിയാസനയെ പറ്റിയിട്ട് സജിന നൂർ വെച്ചിട്ടുള്ളത്. അപ്പൊ അതിനുള്ള എക്സ്പ്ലനേഷൻ തരണം. പിന്നെ ഇത് ട്രാക്ക് തിരിച്ചു വിട്ട് ദിയാസനയിലോട്ട് ഡ്രഗ്സിലോട്ട് തിരിച്ചു വിട്ട് പൂക്കുണ്ടി നീ സേഫ് ആവാനാണ് നോക്കുന്നതെങ്കിൽ സമ്മതിക്കില്ലടി പൊന്നെ ഞാൻ. അത് കൊള്ളാലോ. പിന്നെ നിന്നെ അങ്ങനെ നിർബന്ധിക്കുകയും നിന്നെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ മീൻസ് വാരി തിന്നാൻ പറ ഇതൊന്നും ചോറ അതിരിക്കട്ടെ, എന്തേലും ആവട്ടെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഡ്രഗ്സിന്റെ യൂസിങ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇത് നിയമത്തിന്റെ വശത്ത് നിന്ന് ഇതൊക്കെ എല്ലാം തൂക്കേണ്ടത് തന്നെയാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്ത് പാവോടാ. ചെറിയ 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 വായ്നോട്ടം, ചെറിയ ആ ഒരു പരിപാടിയൊക്കെ നമുക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇമാതിരി ഒരു സാധനം എന്തിന് ഒരു തേങ്ങ ഉപയോഗിക്കാറില്ല. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആടാ. പിന്നെ ചെറിയ ചെറിയ ഇതുകൾ അത്രേ ഉള്ളൂ. അത് നമുക്ക് വലിയ തെറ്റൊന്നുമില്ല. അതായത് സിഗരറ്റ് പോലും മരിക്കത്തില്ല. ഡ്രഗ്സ് അമ്മാതിരി പരിപാടിയില്ല. നമുക്ക് ആകെയുള്ള ക്രൈസ് എവിടെയെങ്കിലും പോയി ഫുഡൊക്കെ അടിച്ച് അവിടെ കിടന്ന് ഞെരങ്ങി പിരിങ്ങി വായി നോക്കി തിരിച്ച് വീട്ടിൽ വന്ന് കയറും. ഇത്രയേ ഉള്ളൂ നമ്മുടെ സന്തോഷം, കൊച്ചു കൊച്ചു സന്തോഷം. ഇതൊക്കെ ഏത് യൂണിവേഴ്സാണ്? ദൈവമേ, സെലിബ്രിറ്റികളെ നിൽക്കുന്നു, ആൾക്കാർ ഒരുപാട് പേര് ആരാധിക്കുന്നു. ഓക്കെ, ഇതിൻ്റെയൊക്കെ തനി ഗുണങ്ങൾ കണ്ടാ അടിവയറ്റി നാസിട്ട് വീഴുന്ന സുഖമാണ് എനിക്ക് കിട്ടുന്നത്. ബാക്കി പണ പല വൃത്തികേടും കണ്ട് അതിനുശേഷം പല പൊക്കി ഞാൻ ലാസ്റ്റ് തീരുമാനം എടുത്തു എനിക്ക് വേണ്ട എന്ന് തീരുമാനം എടുക്കാൻ കാരണം എടുത്തിട്ടാണ് ഇപ്പം കണ്ടൊരു വീഡിയോ. അതിനകത്ത് ഇപ്പം ഒരു വീഡിയോ, പഴയ ഒരു വീഡിയോ വന്നുകൊണ്ട്, പണ്ടത്തെ ഒരു വീഡിയോ, അതായത് 19-20 വയസ്സിൽ 21 വയസ്സിലുള്ളത് ആ ടൈമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പം ഫിറോസ് ഞാൻ ഒരാളുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുള്ളത് തന്നെയാണ്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്ന് വെച്ച് ഇയാൾ എൻ്റെ അടുത്ത് കാണിച്ച വേദന തിരിച്ച് ഞാൻ മനസ്സിലാക്കാത്ത അന്നത്തെ ഒരു പൊട്ടത്തരത്തിൽ ഞാൻ കാണിച്ച പൊട്ടത്തരമാണത്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്നുള്ളത് ഇയാൾക്ക് എൻ്റെ അടുത്ത് കാണിക്കുന്ന വേദന ഇയാളെ ഇട്ടിട്ട് പോകുമ്പോൾ ഇയാൾക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു പണിഷ്മെന്റ് പോലെ. എന്നിട്ട് എൻ്റെ വീട്ടുകാർക്ക് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർ അവരുടെ കുഞ്ഞുമായെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമ്മ ഞാനിങ്ങനെയാണ്. അവരുടെ അനിയൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഫിർദോസ് എന്ന് പറഞ്ഞാൽ അനിയൻ്റെ അടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കാര്യമാണ്, എനിക്ക് മടുത്തു. പക്ഷേ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് ഇയാളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് ചെയ്ത് എനിക്ക് വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ. അപ്പോൾ പറഞ്ഞു സച്ചിൻ സത്യമായിരുന്നു ഒരാളുടെ കൂടെ പോയി. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു മണ്ടത്തരം നമ്മുടെ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത്. എടി, നിനക്ക് നാണം ഉണ്ടോന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് നിനക്കില്ല. സീരിയസ്ലി നിനക്കതില്ല. നിനക്കത് ഉണ്ടായിരുന്നെങ്കിൽ നീ ഇമാതിരി ഊഞ്ഞാലാടി വർത്തമാനം പറയത്തില്ല. ഫിറോസിന് പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെയുള്ളവന്മാരോടെ പോയത്. നിനക്ക് നാണം ഉണ്ടാടി എനിക്ക് ഉടുപ്പില്ലാത്തവളെ. ഫിറോസിന് പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയെന്ന്. അതുകൊണ്ടായിരിക്കും അയൽവാസിയിലൂടെ പോയി, ഡയറക്ടറിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ പൂക്കുണ്ടിയിലൂടെയൊക്കെ പോയത്. നിന്നെയൊക്കെ പോലെ ഉളുപ്പും ഇല്ല, നാണവും മാനവും ഇല്ലാത്ത വർഗ്ഗങ്ങൾ ഇന്ത യൂണിവേഴ്സിലെ വേറെ കിടയാതെ ഉളുപ്പില്ലാത്തവളെ. എന്നിട്ട് വന്നിട്ട് പറയണേ ഞാൻ ഫിറോസിന് പണിഷ്മെന്റ് കൊടുത്തു. നാണമാനം ഇല്ലാത്ത അവൻ ചെറ്റയായിരിക്കാം, പക്ഷെ അവനെക്കാളും ചെറ്റയാണ് നീ. ഓക്കെ, അതിൽ വേറെ അപ്പീലൊന്നും ഇല്ല. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറിയ ഇതൊക്കെ കാണൂടെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒതുങ്ങണം. അത് ആണുങ്ങളായാലും ശരി പെണ്ണുങ്ങളായാലും ശരി. അതിന് മുന്നേ പാസ്റ്റിൽ നമ്മൾ ചിലപ്പോൾ പലതും കാണിച്ച് കൂട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒതുങ്ങി മര്യാദയ്ക്ക് ആ ഒരു കുടുംബ ജീവിതത്തിൽ സെറ്റിലായിട്ട് ജീവിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അതിന് മുന്നേ ചിലപ്പം ഞാനായാലും പെണ്ണായാലും പലതൊക്കെ കാണിച്ച് കൂട്ടും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒതുങ്ങുക, പിന്നെ വേറെ ഉള്ളവന്മാരോടെ പോവുക, വേറെ ഉള്ളവളുമാരോടെ പോവുക. അത് നല്ലൊരു കാര്യമല്ല. ഓക്കെ, അത് തെറ്റാണ്, പക്ക തെറ്റാണ്, പക്ക ഫ്രോഡാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ബന്ധം പൂർണ്ണമായിട്ട് വേർപെടുത്തിയതിനു ശേഷം അവരാധിക്കാൻ പൊക്കും. ഓക്കെ, അല്ലാണ്ട് ഒരുത്തനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരുത്തിയെ വെച്ചുകൊണ്ട് വേറെ അവരാധിക്കാൻ പോകുന്നത് തന്തയില്ലായ്മ തന്നെയാണ്. ഇപ്പോൾ ഫിറോസിനെ വെച്ചുകൊണ്ട് ഫിറോസിന് പണിഷ്മെന്റ് കൊടുക്കാനായിരിക്കും നീ അയൽവാസിയോടെയും മറ്റവൻ്റെയോടെയും മറിച്ചവൻ്റെയോടെയും അടുത്ത അവസാനം പൂക്കുണ്ടിയിലൂടെയും പോയത്. എന്നിട്ട് പൂക്കുണ്ടി പറയണത് എൻ്റെ അച്ഛനാണെന്ന്. നീ അച്ഛൻ്റെ ഓടെ ഇപ്പം കിടക്കണത് കോപ്പ്. എന്നെ കൊണ്ട് വായത്തൊന്നും വല്ല വിളിച്ച് പറയിപ്പിക്കില്ല. ഞാൻ വല്ല പച്ച തെറിയും വിളിച്ചു പറയും. ഒരുമാതിരി മറ്റേ നീ ചെയ്ത തന്തയില്ലായ്മ എല്ലാം വന്നിരുന്നത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്നിരുന്ന ഇന്റർവ്യൂ എടുത്ത് നീ ചെയ്ത തന്തയില്ലായ്മ എല്ലാം ന്യായീകരിച്ച് മെഴുകിയിട്ട് നീ മറ്റേ ഉപ്പിലിട്ട വർത്താനം പറയാൻ നിൽക്കരുത്. ഓക്കെ, ഒരുമാതിരി അതുറപ്പിക്കരുത്. വേറെ കുറച്ച് കൂടായ്മയും കൂടി കേൾക്കാം. ഫോൺ ചാർജ് തീർന്നു പോയി സച്ചിന, അവൻ്റെ പെണ്ണുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. എനിക്കറിഞ്ഞൂടെ ഇത് കുരുട്ടുബുദ്ധിയാണോ, ആ സമയത്ത് ദൈവമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. മേ ബി ആൾക്കാർ പറയും ഇനി കുരുട്ടുബുദ്ധിയാന്ന് പറഞ്ഞാൽ കുരുട്ടുബുദ്ധി ആയിക്കോട്ടെ, എനിക്കറിഞ്ഞൂടാ. അപ്പം വീണ്ടും വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഫോൺ ഇങ്ങ് തരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫോൺ തന്നു. ഫോൺ തന്നിട്ട് ഞാൻ പറഞ്ഞു അവന് ഞാൻ ഫിറോസ് മെസ്സേജ് ചെയ്യുന്ന കണക്ക് ഞാൻ അങ്ങോട്ട് ആ പയ്യന് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തു.
എടാ ഞാൻ നേരത്തെ വിളിച്ച നമ്പർ ഒന്ന് എനിക്കൊന്ന് സെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ തന്നെയാണ് ഡയൽ ചെയ്യുന്നത്, മെസ്സേജ് ചെയ്യാണ്. നോക്കുന്നില്ല. കാരണം മൊബൈലിൽ കാണിക്കുമ്പോൾ പുള്ളി എല്ലാം സേവ് ചെയ്ത് പുള്ളി ഇതിനകത്തൊന്നും കാണത്തില്ലെന്ന് പറഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്. അതിനകത്തല്ലേ വിളിച്ചത്. സജിന ഇത് ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നത് ഇദ്ദേഹം ഇല്ല, ഞാനന്ന് ചൂടായി പ്രശ്നങ്ങളായിട്ട് എന്റെ ഫോൺ തന്നു എനിക്ക് വിളിച്ചിട്ടില്ലല്ലോ. അപ്പം ആ ഫോൺ മേടിച്ചിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നു, എടാ എനിക്ക് ആ നമ്പർ ഒന്ന് തരാം, ഫിറോസ് മെസ്സേജ് അയക്കുന്ന കണക്ക്. അപ്പോൾ തിരിച്ചു എനിക്ക് ഉടനെ അവൻ അതിനെക്കാട്ടിലൂടായപ്പോൾ എൻ്റെ ഉമ്മയുടെ നമ്പർ അയച്ചു. ഉമ്മയുടെ നമ്പർ ഇങ്ങോട്ട് അയച്ചിട്ട് ഞാൻ പറഞ്ഞു, അന്നേരം പറഞ്ഞാടാ ഞാൻ ചുമ്മാ ഇട്ട് ചോദിച്ചാടാ ആ റെക്കോർഡ് ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. അവൻ അപ്പോൾ ഉടനെ ഉമ്മയുമായിട്ട് ഞാൻ സംസാരിച്ച, ഞാനും എൻ്റെ ഉമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചില്ലേ പുള്ളിക്കാരനെ, ആ റെക്കോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതല്ലടാ, അവൾ എന്നെ പൊക്കി. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, അവൾ എന്നെ പൊക്കിയിട്ടുണ്ട്, നീ ആ നമ്പർ ഇങ്ങ് താ, മറ്റേൻ്റെ വോയിസ് റെക്കോർഡിങ് ഇട്ട് നോക്കിയപ്പം അതിനകത്ത് മോളെ നീ കരയണ്ട, അവളെ എന്തോ അഫെയർ പൊട്ടി ഇവൻ ആശ്വസിപ്പിക്കുന്നതും ഇനിയിപ്പോൾ ഞാനില്ലേ നിനക്ക് കൂടെ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ വിഷമിക്കേണ്ട, നിൻ്റെ ജീവിതകാലം ഫുള്ള് ഞാനുണ്ട് എന്നുള്ള കുറേ വോയിസ് റെക്കോർഡുകളും അവരെ കുറേ പ്രേമ കഥകളും ഒക്കെ കേൾക്കേണ്ട ഗതിയുടെ പിന്നെയും വന്നു. അവിടുന്ന് ഞാൻ ഈ പറയുന്ന അശ്ലീല സംഭാഷണമൊന്നുമില്ല. ഇല്ലല്ല, അതിനകത്തൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അതായത് പ്രേമത്തിന്റെ തുടക്കമായിരുന്നു തോന്നുന്നത്. കാരണം അയാൾ ഭയങ്കര സൂയിപ്പീര്, കാരണം ഞാനുണ്ട് നിന്റെ കൂടെ എന്നുള്ളത്. നീ അവര് പോയിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് പറയണ്ട. പക്ഷെ മറ്റേതിനകത്ത് പോയിട്ടുണ്ടോന്ന് വ്യക്തമായിട്ട് സജിനയ്ക്ക് സംശയിക്കാൻ തക്ക. നീ കൂടുതലൊന്നും പണയണ്ട. ഫിരോഷി പോയിട്ടുണ്ട് അവൻ പോയിട്ടുണ്ട്. നീ പിന്നെ പോകാത്ത മോളൊന്നുമല്ലല്ലോ. നിനക്ക് നാണമില്ലേ അന്നിരുന്ന് ന്യായീകരിക്കാൻ? എന്തായാലും നീ വന്ന് ഇവിടെ ഇരുന്ന് വായ്ത്താളം അടിക്കുന്നത് പോലെ അല്ല. നീ ഇവിടെ ഇരുന്ന് വായ്ത്താളം അടിച്ച് പറയുന്നുണ്ട്. നീ കുറേയൊക്കെ തള്ളി മറിക്കുക. എനിക്കും കുറേ കഥകളൊക്കെ പേഴ്സണലി എനിക്ക് അറിയാം. ഓക്കെ, നീ കുറേയൊക്കെ തള്ളി മറിക്കുക. പക്ഷെ ഫിറോസ് ചെയ്തിട്ടുള്ള വീഡിയോ അങ്ങനെയല്ല, തെളിവ് സഹിതമാണ് വെച്ച് ചെയ്തിട്ടുള്ളത്. തെളിവ് സഹിതം നീ കാണിച്ചു കൂട്ടിയിട്ടുള്ള അപരാധങ്ങളും തന്തയില്ലായ്മകളും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും കൊണ്ട് അയാളെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ തൊലച്ച് നാറാണതാക്കാൻ പറ്റും, അതിൻ്റെ പീക്ക് ലെവൽ കാര്യങ്ങൾ നീ നിന്നും കൊണ്ട് ചെയ്തിട്ടുള്ള സകലമാന ഉടായ്പം തെളിവ് സഹിതമാണ് ഫിറോസ് വെച്ചിട്ടുള്ളത്. സകലമാന ഉടായ്പം. അവസാനം പൂക്കുണ്ടിയുടെ അടുത്ത് അവരാധിക്കാൻ പോയതും അതിൽ ആയതും, എന്നിട്ട് എല്ലാ കഥകളും എല്ലാ വോയിസ് അടക്കം, എന്നിട്ട് അങ്ങേരെ മറ്റേ 3 കോടി തന്നു കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോകുമെന്ന് പറയുന്നുള്ള സെറ്റപ്പിലുള്ള സകലമാന കാര്യങ്ങളും നമ്മൾ ജനങ്ങൾ കേട്ടാണ്. നിനക്ക് നാണമില്ലടി വന്നിട്ട് ന്യായീകരിക്കും. വീണ്ടും ഇന്റർവ്യൂ കൊടുത്തിരുന്ന് മെഴുകാൻ നിനക്ക് ഉളുപ്പില്ല എനിക്ക്. അയ്യേ, ഇങ്ങനെ നാണവമാനം ഇല്ലാത്ത കുറെ വർഗ്ഗങ്ങൾ, ഇതൊക്കെ ഏത് യൂണിവേഴ്സാ? കോപ്പ് എൻകൗണ്ടർ ചെയ്യണം നിനക്ക്, എൻകൗണ്ടർ. അതാണ് ചെയ്യേണ്ടത്. കണ്ട അപരാധത്തനങ്ങൾ എല്ലാം കാണിച്ച് അപരാധിച്ച് നടന്നിട്ട് അവസാനം വന്നിട്ട് ഞാൻ പറഞ്ഞത് അവനാണ് തെറ്റുകാരണം. അയ്യേ, നീ പറഞ്ഞ ഉടനെ ഓ മാഡം എന്ന് പറഞ്ഞെടുത്ത് വിഴുങ്ങാൻ നമ്മൾ ഇരിക്കണം എന്നാ വിചാരിച്ച് കിഴങ്ങി ഇച്ച് പോയി ചുമ്മാ തള്ളി മറിക്കുക. ഇനി മേലെ ഇന്റർവ്യൂ കോപ്പെന്ന് പറഞ്ഞ് തന്നെ ഒരു ഏരിയ കണ്ടുപോലെ നീ കണക്ക് അവനും കണക്ക് എല്ലാം കണക്ക്. തമ്മിൽ ഭേദം തൊമ്മനെ എടുക്കുകയാണെങ്കിൽ ഫിറോസിനെ ഞാൻ പറയും ചൂണ്ടിക്കണിക്ക ഉള്ളതിൽ പെട്ട് മൂഞ്ചി തിരിഞ്ഞ് കമ്പി തിരിയാതെ അവനെന്ന് ഞാൻ പറയും കേട്ടാ. അവൻ അപരാധിക്കാൻ പോയതിൻ്റെ അപ്പുറത്ത് നീ അപരാധിക്കാൻ പോയിട്ടുണ്ട്, അതാണ് വേറെ സത്യം. ഓക്കെ, അതുകൊണ്ട് കൂടുതൽ ഇരുന്ന് മെഴുകരുത്. നമ്മളെല്ലാവരും വീഡിയോ കണ്ടാണ്, നമ്മൾ മറ്റേ ഉണ്ട വെച്ചോണ്ടല്ലേ ഇരിക്കുന്നത്, ഉണ്ടംപൊരി വെച്ചല്ല നമ്മൾ കണ്ടത്. ഓക്കെ, അതുകൊണ്ട് ഇനി മിണ്ടരുത്. അവിടെ കുണച്ച ഇന്റർവ്യൂ ആയിട്ട് ഇറങ്ങിയിരിക്കണം. ഒന്നും പറയാനല്ല, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഭൈ നിങ്ങൾ പറയണം കേട്ടോ എന്തെങ്കിലുമൊക്കെ നാട്ടുകാർക്ക്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ വന്ന സംഭവമാണ് അതിൽ വീഡിയോ ചെയ്ത് വലിച്ചു കീറി ഒട്ടിക്കുന്നതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ചെറിയൊരു കൺസിഡറേഷൻ ഞാൻ തന്നേ ഉള്ളൂ. ഇനി മേലാൽ ഇന്റർവ്യൂ കോപ്പെന്ന് പറഞ്ഞ് നിന്നെ ഏതെങ്കിലും പരിസരത്തിൽ കണ്ട വായിച്ച് പൊളക്കും ഞാൻ, പച്ച തെറി വിളിക്കും ഞാൻ. അപ്പം ശരി, ബൈ.